ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പൊ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള പക്കവടയാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി, ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് പക്കവട. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള പക്കവട നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കടലമാവ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പക്കവട ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇത് ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് ഇവിടെ പക്കവട ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയൊരു സ്പൂണിൽ കോരി ഇട്ടാലും മതി. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറായാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആവട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഈ പക്കവട ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ വീറ്റ് പക്കോടാസ് ഒക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു സ്ട്രൈനറിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ, അപ്പോൾ എണ്ണയൊക്കെ വാർന്നു പോയിക്കോളും. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ പക്കവട ഉണ്ടാക്കി വെച്ചാൽ 2 ദിവസമൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ. നല്ല സ്പൈസി ആയിട്ട് പക്കവട ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വീറ്റ് പക്കോടയുടെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.